ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം തങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് നമുക്ക് മുന്നേറുന്ന ഒരു സാഹചര്യം തങ്ങന്മാർക്ക് മുമ്പിലില്ല. നമ്മള് മുസ്ലിം ലീഗിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ മുസ്ലിം ലീഗിന്റെ ഒരു ഭാഗമാവുമ്പം അതിന്റെ എല്ലാ പരിപാടികളിലും നമ്മൾ പോകുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് മാറുക എങ്ങനെയാന്ന് വെച്ചാൽ ഒരു വാർഡ് മെമ്പർ ആവണം, ഒരു ജില്ലാ പഞ്ചായത്ത് ഒരു കൗൺസിലർ ആവണം, അല്ലെങ്കിൽ ഒരു മെമ്പർ ആവണം, ഒരു MLA ആവണം. എല്ലാത്തോടത്തോളം ഒരാൾക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിട്ട് സംഘടനന്റെ ഒരു അധ്യക്ഷനാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം. രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ വളരെ വേറൊരു മേഖലയാണ്. യഥാർത്ഥത്തിൽ ഇതുവരെ നമ്മളെ കുടുംബത്തിലാരും ആ ഒരു മേഖലയിലേക്ക് 100% നീങ്ങി. നമുക്ക് മുസ്ലിം ലീഗ് നിലനിൽക്കണം, മുസ്ലിം ലീഗ് എന്ന പാർട്ടി നിലനിൽക്കണം, അത് വിജയിക്കണം. അതിന് നമ്മുടെ എല്ലാ ആളുകളെയും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ ഉള്ളത് 100% സമസ്തക്കാരാണ്. അതുപോലെ സമസ്തക്കാരുണ്ട്, അതുപോലെ തന്നെ മുജാഹിദ് ഉണ്ട്. മുജാഹിദും സമസ്തയുമാണ് മുസ്ലിം ലീഗ്. ഇപ്പം അതിലും കൂടുതൽ എനിക്കറിയില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ സമസ്ത മുജാഹിദിന്റെ ആളുകൾ അത്രയും ഉറച്ച് മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതാണ് മുസ്ലിം ലീഗിന്റെ ഒരു വിജയം. എല്ലാവരെയും, കാരണം മുസ്ലിം ലീഗിനെ ഒരിക്കലും എന്ന് വെച്ചാൽ സുന്നി എന്നോ മുജാഹിദ് എന്നോ ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് ആരും മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ എല്ലാവരെയും, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും ഈ പ്രസ്ഥാനത്തോട് താല്പര്യമുള്ള എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യും, അവരെ പ്രോത്സാഹിപ്പിക്കും. പിന്നെ ഇപ്പൊ നമ്മൾ പറയുന്ന കുറെ തെറ്റിദ്ധാരണകളുണ്ട്. കാരണം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ഉയർന്ന ഉന്നത തലത്തിലുള്ള നേതാക്കന്മാരൊക്കെ മുജാഹിദാണ് എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ആളുകൾ മുജാഹിദാണോ സുന്നിയാണോ നോക്കിയിട്ടില്ല. ജനങ്ങൾ അവരെ ഒരു വാർഡുണ്ടെങ്കിൽ അതിന്റെ ഉന്നത തലത്തിൽ അവർ എത്തുന്നതോ, അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ എത്തുന്നതോ, അല്ലെങ്കിൽ മുനിസിപ്പൽ തലത്തിലോ, അല്ലെങ്കിൽ ജില്ലാ, സ്റ്റേറ്റ്. അപ്പൊ അവര് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും അവരുടെ കഴിവിനനുസരിച്ച് അവർ ഉയർന്നു പോകും എന്നല്ലാതെ അവിടെ മുജാഹിദ് ജമാഅത്തും അല്ലെങ്കിൽ സുന്നി എന്നുള്ള വ്യത്യാസം നോക്കിയിട്ടില്ല. കഴിവുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അതാത് പ്രൊഫഷനിൽ അവർ ഉയർന്നു പോകും.